എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ റെഡിയാക്കുന്നത് ബീഫ് തേങ്ങ കൊത്താണ്. ഒരു നല്ല നാടൻ ബീഫ് വിഭവമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീഫ് തേങ്ങ കൊത്തിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുള്ളതെന്ന് നോക്കാം. 1/2 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചത്, 2 സവാള ചെറുതായി അരിഞ്ഞു വെച്ചത്, ചെറിയ ഉള്ളി 1/2 കപ്പ് ഇതേപോലെ ചെറുതായി അരിഞ്ഞു വെച്ചത്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകം, തേങ്ങ വറുത്തരച്ച് വെച്ചത്, തേങ്ങ ഉള്ളിയും പെരിഞ്ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വറുത്തരച്ച് വെച്ചത്, പിന്നെ തേങ്ങ കൊത്ത്, കായ്മുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം, പിന്നെ 10 അണ്ടിപ്പരിപ്പ്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഒരു കുക്കറിലേക്ക് ആ ബീഫ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുളകും ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിരിക്കുകയാണ്, അത് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കാം. നല്ല നാടൻ വിഭവമാണ്, അതുകൊണ്ട് ചട്ടി വെച്ച് കഴിഞ്ഞാൽ ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുക. അത് ബ്രൗൺ കളറാകുമ്പോൾ മാറ്റി വെക്കുക, കോരി വെക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതും ബ്രൗൺ കളറാകുമ്പോൾ മാറ്റി വെച്ച് കൊടുക്കുക. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്ത് ഇതേപോലെ അയക്കിനെ മാറ്റി വെക്കുക. ആ വെളിച്ചെണ്ണയിൽ തന്നെ ജീരകം ഇട്ട് പൊട്ടിക്കുക. ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് പൊട്ടിച്ച് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കായമുളകും ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഉള്ളി ചേർത്തിട്ട് വഴറ്റി കൊടുക്കണം. ശേഷം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, ബീഫിൽ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിന്, അന്നേരം ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൗഡർ, മഞ്ഞൾ പൗഡർ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇടാം. ശേഷം അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർക്കുക. പിന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ സാധാ വെള്ളം കുറച്ച് ചേർത്തിട്ട് അടച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിന് മേലെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചട്ടിയിലാവും നല്ല ടേസ്റ്റാണ്. നമ്മൾ ബീഫ് തേങ്ങ കൊത്ത് റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല നാടൻ വിഭവമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.